ഇന്നത്തെ യാത്രയ്ക്ക് തയ്യാറായി ഞങ്ങൾ ഹോട്ടൽ റിസപ്ഷനിലെത്തിയപ്പോൾ അവിടെ പുലി, ഡ്രാഗൺ, ഗരുഡൻ, സിംഹം എന്നിവയുടെ കൊത്തുപണികളടങ്ങിയ ഒരു മേശ കാണാനായി. വളരെ മനോഹരം. ഹോട്ടൽ റിസപ്ഷൻ വളരെ ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. പലതരം പുസ്തകങ്ങളും ചെടികളും ഭൂട്ടാൻ രാജാവിൻ്റെ പടവും അവിടെ വെച്ചിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ ടെൻസൻ ഞങ്ങളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. വണ്ടിക്കുള്ളിൽ പെട്ടിയും ബാഗും കയറ്റിവെച്ച് ഞങ്ങൾ തിമ്പുവിൽ നിന്നും പുനാക്കയിലേക്ക് യാത്രയായി. യാത്രാമധ്യേ മലമുകളിലായി വളരെ വലിയൊരു ബുദ്ധൻ്റെ പ്രതിമ കാണാനായി. ബുദ്ധ ദോർഡമ എന്നാണ് ഇതിൻ്റെ പേര്. നാളത്തെ ഞങ്ങളുടെ യാത്ര അവിടേക്കാണ്. ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. 2 മണിക്കൂർ യാത്രയാണ് തിമ്പുവിൽ നിന്നും പുനാക്കയിലേക്ക്. മാർഗമധ്യേ വലിയൊരു ക്ഷേത്രം കണ്ടു. സിംടോക്ക സോങ് എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഭൂട്ടാൻ ഏകീകരിപ്പിച്ച സബ്ഡ്രുക് നാംഗ്യാൽ 1628 ആണ്ടിൽ പണികഴിപ്പിച്ച ക്ഷേത്രമാണ് ഇത്. ഭൂട്ടാനിലെ ആദ്യത്തെ ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രം ഇന്ന് പ്രധാനപ്പെട്ട ഭൂട്ടാനീസ് ഭാഷാ പഠന കേന്ദ്രമാണ്. 20 ജില്ലകളുള്ള ഭൂട്ടാനിലെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് പുനാക്ക. 1955 വരെ ഭൂട്ടാൻ്റെ തലസ്ഥാന നഗരമായിരുന്നു പുനാക്ക. സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരെയാണ് പുനാക്ക പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മോച്ചു, ഫോച്ചു എന്നീ നദികൾ പ്രധാനമായും കടന്നു പോകുന്നതിനാൽ ഇവിടം വളരെ ഫലഭൂയിഷ്ഠമായൊരു സ്ഥലമാണ്. ഇവിടെയുള്ള ചിമീലാക്കാങ് ക്ഷേത്രത്തിലേക്കും പുനാക്ക സോങ്ങിലേക്കുമാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. യാത്രാമധ്യേ ഞങ്ങൾ ഡോചുല പാസിലേക്ക് എത്തിച്ചേർന്നു. തിമ്പുവിൽ നിന്നും പുനാക്കയിലേക്കുള്ള യാത്രക്കിടയിലെ പ്രധാനപ്പെട്ട ചുരമാണ് ഡോചുല പാസ്. ഹിമാലയൻ പർവ്വതനിരകൾക്ക് അടുത്തു കിടക്കുന്നതുകൊണ്ട് ഇവിടം വളരെ തണുപ്പുള്ള പ്രദേശമാണ്. മിക്കവാറും സമയം ഇവിടെ കോടമഞ്ഞ് മൂടിക്കിടക്കുന്നു. ഭൂട്ടാൻ ഏകീകരിപ്പിച്ച ഡ്രുക് വ്യാങ്കാലിൻ്റെ സ്മരണാർത്ഥം 108 സ്തൂപങ്ങൾ അഥവാ ചോർട്ടൻസ് ഇവിടെ പണികഴിപ്പിച്ചിരിക്കുന്നു. ഭൂട്ടാനിലേക്കുള്ള ഇന്ത്യൻ കടന്നുകയറ്റം ചെറുത്തുനിന്ന് വിജയിച്ചതിൻ്റെ സ്മരണാർത്ഥമായി 2004 ഈ സ്തൂപങ്ങൾ പണികഴിപ്പിച്ചത്. അതിനു മുൻപ് പ്രധാനപ്പെട്ട വലിയൊരു സ്തൂപം മാത്രമാണ് ഇവിടെയുണ്ടായിരുന്നത്. പണ്ടുകാലത്തെ ചരക്ക് കടത്ത് പാതയായിരുന്നു ഇത്. യാത്രാമധ്യേ ദുഷ്ടശക്തികളിൽ നിന്നും മോചനം നേടാൻ ഈ സ്തൂപങ്ങളിൽ പ്രാർത്ഥന അർപ്പിച്ച ശേഷമാണ് വാഹനങ്ങൾ കടന്നുപോയിരുന്നത്. ഭൂട്ടാനിലെ ഏറ്റവും മുതിർന്ന രാജ്ഞിയായ ആഷി ദോർജി വാങ്മോ വാങ്ചുക്കാണ് ഇത് പണിയാൻ ഉത്തരവിട്ടത്. ഒരേ മാതൃകയിലുള്ള 108 സ്തൂപങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇടയിലുള്ള കൽപ്പടവിലൂടെ നടന്നു കയറിയാൽ നമുക്ക് ഏറ്റവും മുകളിലുള്ള വലിയ സ്തൂപത്തിലേക്ക് എത്തിച്ചേരാം. മുകളിൽ നിന്നും അടിയിലേക്കുള്ള കാഴ്ച വളരെ രസകരമാണ്. നമുക്ക് ചുറ്റിലുമായി 108 സ്തൂപങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. ഈ സ്തൂപക്കൂട്ടങ്ങൾക്ക് മുൻവശത്തായി കുന്നിൻ മുകളിൽ പണികഴിപ്പിച്ച വലിയൊരു ക്ഷേത്രവും നമുക്ക് കാണാനാവും. ഡ്രുക് വാങ്ഗ്യാൽ ലാക്കാങ് എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. 4ാമത്തെ ഡ്രുക് ഗ്യാൽപോ അഥവാ ഭൂട്ടാൻ സംസ്ഥാന തലവൻ്റെ സ്മരണയ്ക്കായി ജിഗ്മേ വാങ്ചുക് നിർമ്മിച്ച ഒരു സന്യാസി മഠവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇതിനു മുന്നിലുള്ള തുറന്ന മൈതാനത്താണ് ഡോചുല ട്രക്ക് ഫെസ്റ്റിവൽ നടത്തുന്നത്. സ്തൂപങ്ങളെയും ക്ഷേത്രത്തെയും പറ്റിയുള്ള വിവരങ്ങൾ ഇവിടെ ഭംഗിയായി മരപ്പലകയിൽ കൊത്തിവച്ചിരിക്കുന്നു. ഇവിടെ അല്പസമയം വിശ്രമിച്ച ശേഷം ഞങ്ങൾ പുനാക്കയിലേക്കുള്ള യാത്ര തുടർന്നു. ചുരങ്ങളും മലകളും കടന്ന് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അധികം വൈകാതെ ഞങ്ങൾ പുനാക്കയിലുള്ള ചിമീലാക്കാങ് അഥവാ ഫെർട്ടിലിറ്റി ടെമ്പിളിലേക്ക് എത്തിച്ചേർന്നു. 500 രൂപയാണ് പ്രവേശന ഫീസ്. പണമടച്ച് ഞങ്ങൾ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി. ക്ഷേത്രത്തിൻ്റെ ചരിത്രവും വിശേഷണങ്ങളും ഇവിടെ വിശദമായി എഴുതി വച്ചിട്ടുണ്ട്. ദ ഡിവൈൻ മാഡ്മാൻ എന്നറിയപ്പെടുന്ന ലാമ ഡ്രുക്പ കിൻലിയുടെ സ്മരണാർത്ഥമാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചിട്ടുള്ളത്. വജ്രയാന ബുദ്ധമത രീതികൾ പിന്തുടർന്ന ഈ ലാമ സ്ഥിരമായി കള്ളുകുടിക്കുകയും പരസ്ത്രീകളുമായി ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. ഇതിലൂടെ താൻ സ്വയം ഈ സമൂഹത്തിൻ്റെ ചട്ടക്കൂടുകൾക്ക് അതീതനാണ് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ദുഷ്ടശക്തികൾക്കെതിരെ തൻ്റെ ജനനേന്ദ്രിയം അഥവാ ഫാലസ് ഒരു ആയുധമായി ഉപയോഗിച്ചതാണ് ഈ ലാമയുടെ ഏറ്റവും പ്രധാന സവിശേഷത. അതിനാൽ കുട്ടികളില്ലാത്ത ദമ്പതികൾ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷം ഈ ക്ഷേത്രത്തിലെ മരം കൊണ്ടുണ്ടാക്കിയ വലിയ ഫാലസ് പുറത്തണിഞ്ഞ് ക്ഷേത്രത്തെ പ്രദക്ഷിണം വയ്ക്കുന്നത് പ്രധാന വഴിപാടാണ്. ഞങ്ങൾ ക്ഷേത്രത്തിനരികിലേക്ക് പ്രവേശിച്ചു.
വളരെ മനോഹരമായൊരു ക്ഷേത്രം. നായയുടെ രൂപത്തിൽ വന്ന രാക്ഷസനെ ഡ്രുക്പാക്കിന്നിൽ കീഴ്പ്പെടുത്തിയ സ്ഥലമാണ് ഇവിടം. അതിനാലാണ് ചിമീലാക്കാങ് എന്ന പേര്. ചിമീലാക്കാങ് എന്നാൽ നായയില്ലാത്ത ക്ഷേത്രം. ക്ഷേത്രത്തിന് മുന്നിൽ മനോഹരമായൊരു താഴ്വര കാണാം. താഴ്വരയിലൂടെ സാങ്ചു നദി ശാന്തമായി ഒഴുകുന്നു. ക്ഷേത്രത്തിന് ചുറ്റിലുമായി ധാരാളം പ്രാർത്ഥനാ ചക്രങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ സ്ഥിരമായി ഈ പ്രാർത്ഥനാ ചക്രങ്ങൾ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഭൂട്ടാനിലെവിടെയും ക്ഷേത്രത്തിനകത്തേക്ക് മൊബൈൽ ഫോണുകളോ വീഡിയോ ക്യാമറകളോ അനുവദനീയമല്ല. ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നു. ബുദ്ധദേവന്മാരുടെ വിഗ്രഹങ്ങളും മരം കൊണ്ടുണ്ടാക്കിയ വലിയ പാലസും അവിടെ കാണുവാനായി. വളരെയധികം കാറ്റുള്ളൊരു പ്രദേശമാണ് ഇവിടം. അല്പസമയം ഈ ക്ഷേത്രത്തിനടുത്ത് വിശ്രമിച്ച ശേഷം ഞങ്ങൾ തിരിച്ചു നടന്നു. ക്ഷേത്രത്തിൻ്റെ അടിവാരത്ത് ധാരാളം കടകൾ കാണുവാനാകും. മരം കൊണ്ടുണ്ടാക്കിയ വിവിധ തരത്തിലുള്ള ഫാലസ് തന്നെയാണ് മുഖ്യ വിപണന വസ്തു. പലതരത്തിലുള്ള ബുദ്ധദേവൻ്റെ പെയിൻറ്റിങ്ങുകളും ഇവിടെ വിൽക്കുവാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു കടയിലേക്ക് പ്രവേശിച്ചു. മരം കൊണ്ടുണ്ടാക്കിയ പലതരം മുഖംമൂടികളും സോവനിയറുകളും പ്രാർത്ഥനാ ചക്രങ്ങളും കീച്ചെയിനുകളും പലതരം ഭൂട്ടാനീസ് പെയിൻറ്റിങ്ങുകളും ഇവിടെ വിൽക്കുവാൻ വച്ചിരിക്കുന്നു. എല്ലാ കടകളിലും പൊതുവായി വിൽക്കുവാൻ വച്ചിരിക്കുന്ന ഒരു പെയിൻറ്റിങ്ങാണ് ഇത്. തുവൻപ പൊൻസി എന്നാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ പേര്. ആനയുടെ മുകളിലിരിക്കുന്ന കുരങ്ങൻ, കുരങ്ങൻ്റെ തോളിലിരിക്കുന്ന മുയൽ, മുയലിൻ്റെ പുറത്തിരിക്കുന്ന പക്ഷി, ആ പക്ഷി മരത്തിൽ നിന്നും ഫലം പറിക്കുന്നു. ഒന്നിച്ചുള്ള പ്രയത്നത്തിലൂടെ എന്തു വലിയ ദൗത്യവും നേടിയെടുക്കുവാൻ സാധിക്കും എന്ന സന്ദേശം പകരുന്ന ചിത്രമാണ് ഇത്. ഭൂട്ടാനിലെ ഓഫീസുകളിലും കടകളിലും എല്ലാ ക്ഷേത്രങ്ങളിലും ഈ പടം തൂക്കിയിട്ടിരിക്കുന്നത് കാണുവാനാകും. പലതരത്തിലുള്ള ജീവികളുടെ ചിത്രങ്ങൾ പതിപ്പിച്ച ഫാലസുകൾ ഇവിടെ വിൽക്കുവാൻ വെച്ചിട്ടുണ്ട്. ഭൂട്ടാനീസ് ജ്യോതിഷശാസ്ത്രപ്രകാരം ഓരോ വ്യക്തിക്കും അവൻ ജനിച്ച കൊല്ലം കണക്കാക്കി ജന്മമൃഗമുണ്ട്. അതാത് ജീവികളുടെ ചിത്രങ്ങൾ പതിപ്പിച്ച ഫാലസുകൾ വീട്ടിൽ വെച്ചാൽ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഇവിടെ കാണുവാനായി. എല്ലാം ഒന്നിനൊന്ന് മികച്ചത്. തിമ്പുവിനെ അപേക്ഷിച്ച് വളരെ വലിയ വിലയാണ് കരകൗശല വസ്തുക്കൾക്കായി ഈ പ്രദേശങ്ങളിൽ ഈടാക്കുന്നത്. എന്നിരുന്നാലും എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്. പലതരത്തിലുള്ള ചിത്രങ്ങളും പെയിൻറ്റിങ്ങുകളും ബുദ്ധദേവൻ്റെ പ്രതിമകളും പ്രാർത്ഥനാ ചക്രങ്ങളും അഷ്ടമംഗലയിലെ ചിഹ്നങ്ങളും ഇവിടെ വിൽക്കുവാൻ വച്ചിരിക്കുന്നു. കണ്ടാൽ വാങ്ങുവാൻ തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മിതി. എല്ലാം മതിയാവോളം കണ്ടാസ്വദിച്ചു. ഒരു കടയിൽ കയറിയപ്പോൾ അവിടുത്തെ ജീവനക്കാരൻ കടയിൽ വന്ന വ്യക്തിക്ക് തൻ്റെ ജനനവർഷം കണക്കാക്കി ജന്മമൃഗമേതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു. ഞങ്ങളും അദ്ദേഹത്തോട് ഞങ്ങളുടെ ജന്മമൃഗമേതെന്ന് ചോദിച്ചു. അദ്ദേഹം പുസ്തകം നോക്കി കൃത്യമായി ജന്മമൃഗമേതെന്ന് പറഞ്ഞു തന്നു. അതാത് ജന്മമൃഗങ്ങളുടെ ചിത്രങ്ങൾ പതിപ്പിച്ച ഫലസും വാങ്ങി ഞങ്ങൾ അവിടെ നിന്നും യാത്രയാരംഭിച്ചു. ഉച്ചഭക്ഷണത്തിന് നേരമായതിനാൽ ക്ഷേത്രത്തിനടുത്തുള്ള കുക്കാം ഹൗസ് എന്ന ഹോട്ടലിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ നിർത്തി. ഇന്ത്യൻ വിഭവങ്ങളായിരുന്നു ഇന്നത്തെ ഉച്ചഭക്ഷണം. ഹോട്ടലിൻ്റെ ഉൾവശം വളരെ ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. മരം കൊണ്ടുണ്ടാക്കിയ മേശയും കസേരകളുമാണ് ഇവിടെ ധാരാളമായി കാണുന്നത്. ഉച്ചഭക്ഷണത്തിനു ശേഷം ഞങ്ങൾ പുനാക്ക ഫോർട്ടിലേക്കുള്ള യാത്രയാരംഭിച്ചു. പുനാക്ക സോങ് അഥവാ ദ പാലസ് ഓഫ് ഗ്രേറ്റ് ഹാപ്പിനെസ് പുനാക്കയുടെ പഴയ ഭരണകേന്ദ്രം കൂടിയാണ്. 1637-38 കാലയളവിൽ ആദ്യത്തെ റിംപോച്ചയായ നങ്ങവാങ് വാംഗ്യാൽ പണികഴിപ്പിച്ച ഭൂട്ടാനിലെ രണ്ടാമത്തെ വലിയ ക്ഷേത്രമാണ് ഇത്. അധികം വൈകാതെ ഞങ്ങൾ പുനാക്ക സോങ്ങിലേക്ക് എത്തിച്ചേർന്നു. വളരെ മനോഹരമായൊരു ഉദ്യാനം മുൻവശത്ത് ഒരുക്കി വച്ചിരിക്കുന്നു. ഓരോ വ്യക്തിക്കും അകത്തു കടക്കാൻ പ്രത്യേകം ഡ്രസ് കോഡുകളുണ്ട്. രാജാവ് മഞ്ഞ ഷോളും രാജ്യത്തിനു വേണ്ടി വിശിഷ്ട സംഭാവനകൾ നടത്തിയ വ്യക്തികൾ ചുവപ്പ് ഷോളും, മന്ത്രിമാർ ഓറഞ്ച് ഷോളും, പാർലമെൻറ്റ് വ്യക്തികൾ നീല ഷോളും, ജഡ്ജിമാർ പച്ച ഷോളും ധരിച്ചു വേണം അകത്ത് കടക്കാൻ. ടൂറിസ്റ്റുകൾക്ക് അവരുടെ സാധാരണ വസ്ത്രം ധരിച്ച് അകത്ത് പ്രവേശിക്കാവുന്നതാണ്. ഗൈഡുകൾക്കും ഭൂട്ടാനീസ് ജനതയ്ക്കും വെള്ള ഷോൾ ധരിച്ചു വേണം അകത്ത് കടക്കാൻ. ക്ഷേത്രത്തിന് മുൻവശത്തുകൂടെ ശ്രീ നദി എന്നറിയപ്പെടുന്ന മോച്ചു നദി ശാന്തമായി ഒഴുകുന്നു. ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തിലൂടെ പുരുഷ നദി എന്നറിയപ്പെടുന്ന പോച്ചു നദി കലിപൂണ്ടൊഴുകുന്നു. ഈ രണ്ട് നദികളും സംഗമിച്ചാണ് ചിമീലാക്കാങ് ക്ഷേത്രത്തിന് മുന്നിലെ സാങ്ചു നദിയായി മാറുന്നത്. ഈ രണ്ട് നദികളെയും പറ്റി ഇവിടെ നിലനിൽക്കുന്ന ഒരു കഥ പറയട്ടെ. പോച്ചുവും മോച്ചുവും പണ്ടുകാലത്ത് ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു യുവാവും യുവതിയുമായിരുന്നു. ഇരുവരും അതീവ പ്രണയത്തിലായിരുന്നു.
ഇവരുടെ പ്രണയം എതിർത്തതുമൂലം മോച്ചു ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പിന്നീട് ഇത് കണ്ട് സഹിക്കവയ്യാതെ പോച്ചുവും ആത്മഹത്യ ചെയ്തു. പിന്നീട് ഇവർ രണ്ടുപേരും നദിയുടെ രൂപം കൊണ്ട് ഒഴുകി സംഗമിച്ച് തങ്ങളുടെ പ്രണയം സബലീകരിച്ചു എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ഞങ്ങൾ ആശ്രമ മൈതാനിയിലേക്ക് പ്രവേശിച്ചു. വളരെ ശാന്തമാണ് ഇവിടം. ഈ കാണുന്ന പടികൾ നടന്നു കയറി വേണം ആശ്രമത്തിലെത്താൻ. നടുഭാഗത്തുള്ള സുവർണ നിറത്തിലുള്ള പടികൾ ഒഴിച്ചിട്ടിരിക്കുന്നു. രാജാവിന് മാത്രം നടന്നു കയറാനുള്ളതാണ് അത്. മുകൾ ഭാഗത്ത് വളരെ വലിയൊരു പ്രാർത്ഥനാ ചക്രം ഘടിപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരം. ഞങ്ങൾ ആശ്രമത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇരുഭാഗത്തുമായി പലതരത്തിലുള്ള ഭൂട്ടാനീസ് ചിത്രങ്ങൾ വരച്ചു വച്ചിട്ടുണ്ട്. കിൻലെ ഓരോ ചിത്രങ്ങൾക്ക് പിറകിലുമുള്ള ഐതിഹ്യം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കരകൗശലക്കടയിൽ കണ്ട 4 ജീവികളെ ഉൾപ്പെടുത്തിയുള്ള ചിത്രം ഇവിടെയും കാണുവാൻ സാധിച്ചു. ആശ്രമത്തിൻ്റെ മുൻഭാഗത്തായി വലിയൊരു സ്തൂപം പണികഴിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകുവശത്തായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വലിയൊരു ആൽമരവും നമുക്ക് കാണാം. പരമ്പരാഗതമായ ഭൂട്ടാനീസ് മാതൃകയിൽ തന്നെയാണ് ഈ ആശ്രമവും പണികഴിപ്പിച്ചിട്ടുള്ളത്. ആശ്രമത്തിൻ്റെ നടുഭാഗത്തായി 6 നിലകളിലായി പണികഴിപ്പിച്ച വലിയൊരു നിർമ്മിതി നമുക്ക് കാണാം. ഉത്സെ എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഇതുപോലുള്ള 5-6 ഉത്സകൾ ഈ ആശ്രമത്തിലുണ്ട്. ഉത്സയുടെ ഇരുഭാഗത്തുമായി വലിയ വരാന്തകളോടുകൂടിയ ധാരാളം മുറികൾ കാണാം. ഈ മുറികളിലായാണ് ഇവിടുത്തെ ബുദ്ധസന്യാസികൾ താമസിക്കുന്നത്. ധാരാളം കൊത്തുപണികളോടെയാണ് വരാന്തയിലെ തൂണുകൾ പണികഴിപ്പിച്ചിട്ടുള്ളത്. ഉത്സയുടെ ഇടതുഭാഗത്തായി ചെറിയൊരു ക്ഷേത്രം കണ്ടു. നാഗദേവതയുടെ ക്ഷേത്രമാണ് ഇത്. ക്ഷേത്രം പണി ആരംഭിക്കുന്നതിനു മുന്നേയായി നാഗദേവതയെ കുടിയിരുത്തുന്നു. അതിനാലാണ് ഈ ക്ഷേത്രം ഉത്സയുടെ ഇടതുഭാഗത്തായി പണികഴിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ആശ്രമത്തിൻ്റെ 2ാം ഭാഗത്തെത്തി. ഇവിടെ ധാരാളം കൊത്തുപണികൾ കണ്ടു. മിക്ക കൊത്തുപണികളിലും ഡ്രാഗണിൻ്റെ മുഖമുള്ള ഒരു നിർമ്മിതി കാണുവാൻ സാധിച്ചു. സിപ്പാട്ര എന്നാണ് ഇവയുടെ നാമം. ദുരാത്മാക്കളാണ് സിപ്പാട്രയുടെ പ്രധാന ഭക്ഷണം. അതിനാൽ ഇവിടെ വരുന്ന മനുഷ്യരുടെ കൂടെയുള്ള ദുരാത്മാക്കൾ സിപ്പാട്രയെ കണ്ട് പിൻവാങ്ങും എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ബുദ്ധദേവൻ്റെ ധർമ്മചക്രവും അതിനോരത്തായി സ്ഥിതി ചെയ്യുന്ന മാനുകളും ഗരുഡന്മാരും ഡ്രാഗണുകളുമാണ് കൊത്തുപണികളിൽ ഭൂരിഭാഗവും. ഞങ്ങൾ ആശ്രമത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. ഇവിടെയാണ് ബുദ്ധദേവൻ്റെ ക്ഷേത്രം കുടികൊള്ളുന്നത്. പതിവ് പോലെ തന്നെ ഇവിടെയും ആശ്രമത്തിനകത്തേക്ക് വീഡിയോ ക്യാമറകളും മൊബൈലുകളും അനുവദനീയമല്ല. ആശ്രമത്തിൻ്റെ വലതുഭാഗത്തുള്ള ഈ കെട്ടിടത്തിനകത്തേക്ക് ബുദ്ധസന്യാസിമാർക്കും ഭൂട്ടാൻ രാജാവിനും മാത്രമേ പ്രവേശനമുള്ളൂ. ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഗൗതമ ബുദ്ധൻ്റെയും 2ാം ബുദ്ധനായ ഗുരു പത്മസംഭവയുടെയും അവതാരപ്പിറവി എടുക്കാനിരിക്കുന്ന 3ാം ബുദ്ധനായ മൈത്രേയ ബുദ്ധൻ്റെയും പ്രതിഷ്ഠകളാണ് ആശ്രമത്തിലുള്ളത്. ഗൗതമ ബുദ്ധൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ചുമർചിത്രങ്ങളായി വരച്ചു വച്ചിട്ടുണ്ട്. ആശ്രമത്തിൽ പ്രവേശിക്കുമ്പോൾ ഷാൾ അണിയേണ്ട രീതി കിൻലെ ഞങ്ങൾക്ക് പ്രത്യേകമായി കാണിച്ചു തന്നു. ആശ്രമം ചുറ്റിക്കാണുന്ന വേളയിൽ ഗൗതമ ബുദ്ധൻ്റെ ജീവചരിത്രം കിൻലെ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. ഇതേ സംഭവങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിനകത്തെ ചുമർചിത്രങ്ങളിലും കാണാനായത്. കപിലവസ്തുവിലുള്ള ബുദ്ധൻ്റെ ജനനവും അതിനുശേഷമുള്ള മാതാവിൻ്റെ മരണവും പിന്നീട് 25ാം വയസ്സുവരെയുള്ള രാജകീയ ജീവിതവും അവിടുന്ന് 6 വർഷം നീണ്ട കഠിന തപസ്സും 35ാം വയസ്സിൽ ലഭിച്ച ബോധോദയവും അവിടുന്ന് 80 വയസ്സുവരെ നീണ്ട ബുദ്ധമത പ്രചരണവും അവസാനം എല്ലാം മാറ്റത്തിന് അനിവാര്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള തൻ്റെ സമാധിയും അവിടുന്ന് 12 വർഷത്തിനു ശേഷം 2ാം ബുദ്ധനായ ഗുരു പത്മസംഭവ ഉത്ഭവിക്കും എന്നുള്ള പ്രഖ്യാപനവും എല്ലാം കിൻലെ വിശദമായി പറഞ്ഞു തന്നു. 2ാം ബുദ്ധനായ ഗുരു പത്മസംഭവയാണ് ബുദ്ധമതത്തെ ടിബറ്റിലും ഭൂട്ടാനിലും കൂടുതലായി പ്രചരിപ്പിച്ചത്. അതിനാൽ ഈ പ്രദേശങ്ങളിൽ ഗൗതമ ബുദ്ധനേക്കാൾ ഗുരു പത്മസംഭവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. അല്പസമയം ഇവിടെ വിശ്രമിച്ച ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ പുറകിലൂടെ ഒഴുകുന്ന പോച്ചു നദി കാണുവാൻ യാത്ര തുടങ്ങി. ക്ഷേത്രത്തിൻ്റെ പുറകിലൂടെയുള്ള വഴിയിൽ അല്പനേരം സഞ്ചരിച്ചാൽ പോച്ചു നദിക്കരയിലെത്താം. പോച്ചു നദി വേഗതയിൽ ഒഴുകി നീങ്ങുന്നു. തൻ്റെ പ്രണയിനിയായ മോച്ചു നദിയുമായി സംഗമിക്കുവാനുള്ള തിരക്കിലാണ്. നദിക്കു കുറുകെ 160 മീറ്റർ നീളമുള്ള ഒരു തൂക്കുപാലം പണിതിട്ടുണ്ട്. വളരെ രസകരമാണ് തൂക്കുപാലത്തിലൂടെയുള്ള യാത്ര. മലനിരകളും താഴ്വരയും നദിയും ചേർന്ന് ദൃശ്യവിസ്മയകരമായ കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
പാലത്തിലൂടെ നടന്നു വരുന്ന ഒരു റിംബോച്ചയെ കണ്ടു. അദ്ദേഹം ചിരിച്ച് അഭിവാദ്യം കാണിച്ചു. അല്പനേരം വിശ്രമിച്ച ശേഷം ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. വഴിയിൽ ഇടയ്ക്കിടയ്ക്കായി ബുദ്ധസന്യാസിമാർ കടന്നു പോകുന്നുണ്ടായിരുന്നു. എല്ലാവരും പുനാക്ക സോങ്ങിലുള്ള സന്യാസിമാരാണ്. തിരിച്ചു വന്ന് വാഹനത്തിൽ കയറി ഞങ്ങൾ തിമ്പുവിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. നേരം സന്ധ്യ മയങ്ങിയിരിക്കുന്നു. രാവിലെ കണ്ട ക്ഷേത്രവും ബുദ്ധദേവൻ്റെ പ്രതിമയും വൈദ്യുതാലങ്കൃതമായിരിക്കുന്നു. നാളത്തെ ഞങ്ങളുടെ യാത്ര അവിടേക്കാണ്. രാത്രിയുള്ള തിമ്പു പട്ടണത്തിൻ്റെ കാഴ്ച വളരെ രസകരമാണ്. എങ്ങും വൈദ്യുതി ബൾബുകളാൽ അലങ്കരിച്ചിരിക്കുന്നു. മുറിയിലെത്തി അല്പനേരം വിശ്രമിച്ച ശേഷം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നിദ്രയിലേക്ക് പ്രവേശിച്ചു. പിറ്റേ ദിവസത്തെ ഭൂട്ടാൻ കാഴ്ചകളുമായി അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാ യാത്രാ സ്നേഹികൾക്കും നന്ദി.